എല്ലാവർക്കും എലഗൻസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കളക്ഷൻ വരുന്നത് സാരീസിന്റെ കളക്ഷൻ ആണ്. അത് റേറ്റ് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഇത് പരം ഒരു ചെറിയ റേറ്റിന് എനിക്ക് തോന്നുന്നില്ല തരാൻ പറ്റുന്നു. ഒരു ഓൺലൈൻ മീഡിയയ്ക്കും തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 299 അതായത് 299 രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലും കൂടിയാണ് നമുക്ക് ഐറ്റം വരുന്നത്. ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഐറ്റം. നമ്മളിത് ഒരു തവണ ചെയ്തിട്ടുള്ള ഐറ്റമാണ്, പക്ഷെ അന്നേരം ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്നു, ഒരുപാട് എൻക്വയറി ആയിരുന്നു. പക്ഷെ നമുക്കൊരു ലിമിറ്റ് ഉള്ള ഒരു പീസസ് ആയിരുന്നു അന്ന് നമ്മൾ കൊണ്ടുവന്നിരുന്നത്. ഇന്ന് പക്ഷെ അത്യാവശ്യം കുറച്ചുകൂടി പീസസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം 299 രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും നിങ്ങൾക്ക് ഐറ്റം എത്തുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഇത് എത്തുമ്പോൾ നിങ്ങൾക്ക് ആകെ മുടക്ക് വരുന്നത് 299 രൂപയാണ് കേട്ടോ. അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന വാട്സപ്പിനോട് കോൺടാക്ട് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. മെറ്റീരിയൽസിന്റെ സാരീസിന്റെ കളക്ഷനാണ് നമ്മൾ സാധാരണ നമ്മുടെ ചാനലിൽ വരുന്നത്. അപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുവാണെങ്കിൽ ഓപ്ഷൻസ് കിട്ടും. വൈകിട്ട് 6 മണിക്കാണ് എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് ഇടുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്കാണ് കേട്ടോ നമ്മുടെ വീഡിയോസ് വരുന്നത്. അപ്പം ഈ സാരിയുടെ പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സാരി ആയിട്ട് കൊടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് ഫ്രോക്ക് തയ്ക്കാനോ അല്ലെങ്കിൽ സ്കേർട്ട് തയ്ക്കാനോ ഫുൾ സ്കേർട്ട് തയ്ക്കാനോ ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. ബ്ലൗസ് ഏത് ബ്ലൗസ് വേണമെങ്കിലും ഇടാം. കോൺട്രാസ്റ്റ് ആയിട്ടോ സെയിം കളർ ബ്ലൗസോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ബ്ലൗസ് വെയർ ചെയ്യാം കേട്ടോ. പിന്നെ ആ സെയിം കളറിൽ വേണമെങ്കിൽ സെയിം കളറിലും എടുക്കാം. സാരി മാത്രമായിട്ടാണ് കേട്ടോ വരുന്നത്. പക്ഷേ 299 ഉള്ളൂ. 299 രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന കളറാണ്. നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. വളരെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ലാവൻഡർ ഷെയ്ഡ്. ഒരു നമ്മൾ ഈ ഇത് സാരി ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഈ കളർ തന്നെ ഒരു സ്കേർട്ട് വേണം എന്നുള്ളൊരു ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം സ്കേർട്ട് ആ ഒരു കളറിൽ തന്നെ ആകുമ്പോൾ കുറച്ചുകൂടി എടുപ്പ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി പ്രത്യേകതയായിരിക്കും. പിന്നെ ഈ കളറിൽ തന്നെ വെച്ചിട്ടുള്ള ലൈനിങ് വെച്ചിട്ട് ക്രേപ്പിന്റെ ലൈനിങ് ഒക്കെ വെച്ചിട്ട് ഫ്രോക്ക് തയ്ക്കോ ഫുൾ സ്കേർട്ട് തയ്ക്കോ ടോപ്പ് തയ്ക്കോ ഒക്കെ ചെയ്യാൻ പറ്റും. കാരണം ഇത്രയും മീറ്റർ അളവിലുള്ള ഒരു തുണി നമുക്ക് ഈ ഒരു റേറ്റിൽ 299 രൂപയ്ക്ക് അതും ഷിപ്പിംഗ് ചാർജ് പോലും ഇല്ലാതെ കിട്ടുക എന്ന് പറയുമ്പോൾ അടിപൊളി തന്നെയാണ്. കാരണം ഒരു പീസ് എടുത്ത് വെക്കാൻ മടിക്കേണ്ട. കാരണം ഇപ്പോഴത്തെ കോളേജ് പിള്ളേർക്കൊക്കെ കോളേജിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെയുള്ള സാരികൾ വെയർ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. കാരണം എന്നാൽ ഇത് എത്ര വലിയവർക്കും പ്രായമായവർക്കും കൊടുക്കട്ടെ. കാരണം വെച്ചാൽ നോക്കി ഞാനിപ്പോൾ വെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്ലീറ്റ്സ് ഇട്ടാണ് വെയർ ചെയ്തേക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒന്നും വയറിൻ്റെ ഭാഗം ഒന്നും കാണത്തില്ല കേട്ടോ. ആ ഒരു അങ്ങനെയുള്ള ഒരു പ്രോബ്ലം വരുന്നില്ല. നമുക്ക് കാണാവുന്നുള്ള ഒരു പ്രോഗ്രാം വരുന്നില്ല. നെറ്റിന്റെ സാരി ആണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ കാണുന്ന രീതിയിലല്ല ഇത് വന്നേക്കുന്നത്. അപ്പൊ ഈ ഇങ്ങനെയും ഇതിനകത്തൊരു ത്രെഡ് വർക്ക് ഇങ്ങനെ അടുത്തടുത്ത് വന്നേക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ വിസിബിൾ അല്ല. നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ 299 അല്ലേ റേറ്റ് വരുന്നുള്ളൂ. അതല്ല നമുക്ക് ഇനി ഫ്രോക്ക് തയ്ക്കണം ചുരിദാർ തയ്ക്കണം എന്നെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും ഇത് വെച്ചിട്ട് ചുരിദാർ വെച്ചിട്ട് സെയിം കളർ ഷോൾ എടുക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അത്രയും മീറ്റർ തുണി വരുന്നുണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് ഞാൻ വെയർ ചെയ്തേക്കുന്ന കളർ നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് വന്നേക്കുന്നത്. ഞാൻ ഇട്ടേക്കുന്ന സ്കേർട്ട് അതിന്റെ കറക്റ്റ് അല്ല കേട്ടോ. അപ്പം അതിന്റെ കറക്റ്റ് സ്കേർട്ടും കൂടി ഇടുവാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും. ഞാൻ ഇട്ടേക്കുന്ന ഇച്ചിരി ഡിഫറൻസ് ആണ്. അപ്പോൾ അതിന്റെ കറക്റ്റ് സ്കേർട്ട് തന്നെയാണെങ്കിൽ ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. വേറെ ഇതേക്കുന്ന ബ്ലൗസ് നമ്മുടെ റെഡിമെയ്ഡ് ബ്ലൗസസ് ആണ് കേട്ടോ. ഞാൻ അധികം അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെഡിമെയ്ഡ് ബ്ലൗസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതിപ്പോൾ നെറ്റിന്റെ പാറ്റേൺ ഒക്കെ വെച്ചിട്ട് വന്നിരിക്കുന്ന ഒരു പുതിയ പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്ലൗസ് ആണ് കേട്ടോ. ഇതാണ് നെറ്റിന്റെ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെയൊക്കെ തന്നെ ലാവൻഡർ ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ലാവൻഡർ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് പാറ്റേൺ വരുന്നത് ഈ ഒരു ലാവൻഡർ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ് കണ്ടോ. ഇതിന്റെ ഞാൻ ഫ്ലീറ്റ്സ് ഇട്ടേക്കുന്നതിന്റെ ലെങ്ത് കണ്ടോ. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ഫ്ലീറ്റ്സ് വരുന്നത് കണ്ടോ. അപ്പൊ നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു പാറ്റേൺ തന്നെയാണ് സാരി വരുന്നത്. നമുക്ക് ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ വരുന്നത് ലാവൻഡർ. ഇനി നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡ്. പിങ്കും പീച്ചും ഏകദേശം വലിയ വ്യത്യാസം വരുന്നില്ല കേട്ടോ. കാരണം നമുക്കത് ഒന്ന് വീഡിയോയിൽ കാണിക്കാം, എന്നിട്ട് വിശദമായിട്ട് കളിക്കണ്ടോ. ചെറിയൊരു വ്യത്യാസമേ വരുന്നുള്ളൂ. പിങ്കും പീച്ചും വലിയ വ്യത്യാസം വരുന്നില്ല. ഇങ്ങനെ തന്നെയായിരുന്നു നമുക്ക് നേരത്തെ വന്നിരുന്നത്. അപ്പം ഇതാണ് പിങ്ക് കളർ വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. എല്ലാം സെയിം പാറ്റേൺ തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു നെറ്റിന്റെ പാറ്റേണിൽ ഈ ഒരു ത്രെഡ് വർക്കാണ് എല്ലാത്തിലും പോയേക്കുന്നത്. അപ്പോൾ നമുക്ക് കളർ ഡിഫറൻസ് മാത്രം നോക്കിയാൽ മതി. ഉടുത്ത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഈ സാരി ഉടുത്തേക്കുന്ന പോലെ തന്നെ ഇരിക്കും. എല്ലാം അതുപോലെ തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പം ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത്. നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. പിങ്കും പീച്ചും കൂടെ ഒരു മിക്സ് ചെയ്തൊരു കളർ എന്ന് പറയാം. അങ്ങനത്തെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. റാണി മറ്റേ ബേബി പിങ്കിലേക്ക് പോകുന്നില്ല. അപ്പൊ ഈ ഒരു കളർ ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ വരുന്നത്. 299 രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. നമ്മൾ അത്യാവശ്യം നല്ല അളവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം കൂടി എനിക്ക് ഡെസ്കിന്റെ പുറത്ത് എടുത്ത് വെക്കാൻ പറ്റാത്തതാണ് ഞാൻ കുറച്ച് പീസസ് ഇവിടെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് അവിടെ ഉണ്ട്. അപ്പം അത്യാവശ്യമാണ് നമുക്ക് എടുക്കാൻ പറ്റൂ കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഇത് വരും കേട്ടോ. ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ഷെയ്ഡാണ്. പിങ്കും പീച്ചും വലിയ വ്യത്യാസം വരുന്നില്ല. ചെറിയ നേരിയൊരു കളർ ചേഞ്ച് നമ്മൾ വരുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് വന്നേക്കുന്നത്.
ഇങ്ങനെ വരും കേട്ടോ. ഇത് നമ്മൾ സിംഗിൾ ആയിട്ട് എടുത്ത് നോക്കുമ്പോൾ ഇത് തീരെ കളർ കുറവ് പോലെ നമുക്ക് തോന്നും. അതിങ്ങനെ സിംഗിൾ പീസ് ആയിട്ട് എടുത്ത് നോക്കുമ്പോൾ കളർ പോലെ തോന്നും. പക്ഷെ നമ്മളിത് ചുറ്റി വരുമ്പോൾ ആ ഒരു കറക്റ്റ് കളറ് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. അപ്പം ഇതാണ് നെക്സ്റ്റ് വൺ വരുന്നത്. നല്ലൊരു പീച്ച് ഷെയ്ഡ് വരുന്നുണ്ട്. ഇതാണ് കേട്ടോ, ഇത് പീച്ചിന്റെ കളറാണ് വരുന്നത്. നമുക്കിതേ ഈ പിങ്കിനകത്ത് ഒരു സിംഗിൾ പീസ് ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ കറക്റ്റ് നേരത്തെ കൊണ്ടുവന്ന ആ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ക്രോസ് ലൈനായിട്ട് സെയിം ഐറ്റം സെയിം തന്നെയാണ്, സെയിം മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ ആ ഒരു ത്രെഡ് വർക്കിന് മാത്രം ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇതായിരുന്നു കേട്ടോ. നമുക്ക് അതിൻ്റെ അധികം പീസസ് ഇല്ല, അതിൻ്റെ നമുക്ക് കുറച്ച് പീസസ് ഉള്ളൂ. മെയിനായിട്ട് നമ്മളിപ്പോൾ ഉടുത്തേക്കുന്ന പാറ്റേണിൻ്റെയാണ് ഇപ്പം കൂടുതൽ പീസസ് വന്നേക്കുന്നത്. അപ്പോൾ അതാണ് നെക്സ്റ്റ് ഒരു കളർ വരുന്നത്. പിന്നെ നമ്മൾ ഈ ഉടുത്തേക്കുന്ന കളർ ഈ ലാവണ്ടർ വരും. പിന്നെ വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡ്. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നത് വീഡിയോയിൽ കാണുന്നേക്കാളും കുറച്ചുകൂടി ഭംഗി നേരിട്ട് കാണാനാണ് കേട്ടോ. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് വന്നേക്കുന്നത്. വീഡിയോയിൽ കാണുന്നേക്കാളും ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് ഈ ഗ്രീൻ്റെ ഷെയ്ഡ് കേട്ടോ. ഗ്രീൻ്റെ ഷെയ്ഡ് നേരിട്ട് കാണാനാണ് ഭംഗി. പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ഐറ്റം വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു കളർ ചെറിയ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നേക്കാളും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഈ രണ്ട് കളറിന്. അപ്പം അതായത് നമ്മുടെ ഈ സഫയർ ഗ്രീൻ ഉണ്ടല്ലോ, അപ്പം ഇതിനകത്ത് കുറച്ച് ബ്ലൂയിഷ് അപ്പിയറൻസ് കൂടുതലാണ് നമ്മൾ വീഡിയോയിൽ എടുക്കുമ്പോൾ കാണിക്കുന്നത്. അപ്പം അത് ആ ഒരു രണ്ട് കളർ പാറ്റേൺ അവൈലബിൾ ആണ്. ഇതിൻ്റെ കുറച്ച് പീസസ് ഉണ്ടാവുള്ളൂ. ഇതാണ് നമുക്ക് കൂടുതൽ പീസസ് വരുന്നത്. ഇപ്പം അതായത് നമ്മൾ ഉടുത്തേക്കുന്ന പാറ്റേൺ, ആ പാറ്റേണിൻ്റെ എണ്ണമാണ് നമുക്ക് കൂടുതൽ വരുന്നത്. ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത്. പിന്നെ ലാവണ്ടറിൻ്റെ പീസ് ഞാൻ കാണിക്കണ്ടല്ലോ, ഓൾറെഡി നമ്മൾ ലാവണ്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു ലാവണ്ടറോടെ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് വേറൊരു ലാവണ്ടറിൻ്റെ വരുന്നത്. നമ്മൾ ഉടുത്തേക്കുന്ന സെയിം ഐറ്റം അല്ല, അതിൻ്റെ ക്രോസ് ലൈനിന് വന്നേക്കുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഈ പാറ്റേൺ അത് വരും കേട്ടോ. ഈ ക്രോസ് ലൈൻ വന്നേക്കുന്നതാണ്. അതിൻ്റെയും കുറച്ച് പീസസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. നേരത്തെ ഒരു തവണ വന്നത് ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആയിരുന്നു വന്നത്. രണ്ടും നല്ലതാണ് കേട്ടോ. കാരണം വേറെ ഇതേക്കുന്നതാണേലും ഇതായാലും രണ്ടും നല്ല പാറ്റേൺ ആണ്. ഇതും നമ്മൾ പറഞ്ഞു. അപ്പം ഇത്രയും കളർ ഷെയ്ഡുകളിൽ പിങ്ക്, പീച്ച്, ലാവണ്ടറിൻ്റെ നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ്, പിന്നെ ഒരു സഫയർ ഗ്രീനിൻ്റെ കളർ. അങ്ങനെ അത്രയും കളറുകളാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. 299 ആണ് കേട്ടോ. 299 രൂപയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യണം, പർച്ചേസ് ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും. കാരണം ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഓഫർ പ്രൈസ് എന്നൊക്കെ തന്നെ പറയാം. കാരണം എന്താ പറയുക, അടിപൊളിയാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫ്രോക്ക് തയ്ക്കണമെങ്കിലോ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് അടിക്കണമെങ്കിലോ ഒക്കെ ഇത് അടിപൊളിയാണ് കേട്ടോ. കാരണം അത്ര നല്ല കളർ ഷെയ്ഡുകളാണ്, എല്ലാം തന്നെ നല്ല കളർ ഷെയ്ഡുകളാണ്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു റേറ്റിന് എത്തുക എന്ന് പറയാം. പോയി വണ്ടിക്കൂലി മുടക്കേണ്ട പൈസ പോലും വരുന്നില്ല. അപ്പോൾ ആ ഒരു റേറ്റിന് 299 രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ ഈ ഐറ്റം എന്ന് പറയുന്നത് അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറന്നു പോകരുത്. മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് നമുക്കിടെ എന്താ പറയുക, എല്ലാവരും ഒന്ന് അറിയട്ടെ, എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റട്ടെ. കാരണം നമ്മൾ മാത്രം പർച്ചേസ് ചെയ്യാതെ പോലല്ലോ, ഇത്രയും ഒരു അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്ന ഐറ്റം കിട്ടുമ്പോൾ മറ്റുള്ളവർക്കും കൂടി അതൊന്ന് പ്രയോജനപ്പെട്ട് അപ്പോൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുക. അപ്പം ഇതാണ് ഇന്നത്തെ കളക്ഷൻ വരുന്നത്. സൂപ്പർ കളക്ഷൻ, ഒന്നും പറയാനില്ല അതിനകത്ത്. അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടിപൊളി ഐറ്റംസ് ഓരോന്നും ഇതാ ഇട്ടാട്ടോ. എല്ലാ ദിവസവും വീഡിയോസ് ഇട്ടേക്കാം.